ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറേയായി നമ്മൾ കാണുന്നതാണ് ചില ഹോട്ടലുകൾ. അത് മുമ്പ് ആരാണ് നടത്തിയിരുന്നത് എന്നതറിയില്ല. പക്ഷെ നമ്മൾ ഹോട്ടൽ നോക്കുമ്പോൾ ഹിന്ദു പേരായിരിക്കും. നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ മുഹമ്മദ് മുസ്തഫയോ ഇബ്രാഹിമോ സുലൈമാനോ ഒക്കെ ആയിരിക്കും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നറിയില്ല. മുമ്പ് നോൺ വെജ് ഹോട്ടലായിരുന്നു, ഇപ്പോഴത് വെജിറ്റേറിയൻ ഹോട്ടലാണ്. നമ്മൾ അവിടെ കയറുന്നു, ഭക്ഷണം കഴിക്കുന്നു. നോക്കുമ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലിന് ചേരുന്ന പേരുകളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കുമ്പോൾ അതിനകത്തേക്ക് ക്യാഷ് കയറുന്നത് ഏതോ ഒരു മുസൽമാന്റെ പേരിലേക്കാണ്. ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നറിയില്ല. പലരും ഈ വിഷയത്തെ സംബന്ധിച്ച് അഡ്രസ്സ് ചെയ്തപ്പോൾ അവരെ തീവ്രവാദികളും ഭീകരരും ഒക്കെ ആക്കി ചിത്രീകരിച്ചു. അങ്ങനെ ഒരുപാട് ആളുകൾക്കെതിരെ കേസും കൊടുത്തു. പക്ഷേ ഇതുകൊണ്ട് കാര്യം പരിഹരിക്കപ്പെടുമോ? കേസായി, വഴക്കായി, അതല്ലെങ്കിൽ ഈ എതിർക്കുന്ന ആളെ തീവ്രവാദിയായി ചിത്രീകരിച്ചു എന്ന് കരുതി ഈ പ്രശ്നങ്ങൾ ഇനി ആരും ഉന്നയിക്കില്ല എന്നുണ്ടോ? എന്തായിരുന്നാലും ഇപ്പോ വിവാദ തീരുമാനവുമായി ഗുജറാത്ത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതായത് GSRTC, ഹിന്ദു പേരുകളുള്ളതും എന്നാൽ മുസ്ലിങ്ങൾ ഉടമസ്ഥരായിട്ടുള്ള ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദാക്കിയത് വിവാദമാകുന്നു. ആരുടെ പേരിലാണോ ഈ ഹോട്ടൽ ഉള്ളത്, ലൈസൻസ് ഉള്ളത്, അവരാണ് ഈ ഹോട്ടൽ നടത്തേണ്ടത്. അതല്ല, മുസ്ലിങ്ങളാണ് ഉടമസ്ഥരെങ്കിൽ അവർ അവരുടെ പേരിൽ എടുക്കേണ്ടതാണ് ലൈസൻസ്. അപ്പോ മറ്റുള്ളവരുടെ പേരിൽ ലൈസൻസ് എടുത്തിട്ട് നടത്തുന്നതാരാ? മറ്റുള്ളവർ, അതായത് ഹിന്ദു പേരുകൾ. പക്ഷേ ഹോട്ടലുകളുടെ പേര് ഹിന്ദു നാമങ്ങളാണ്. ഇതിന്റെ ഉടമകളാകട്ടെ മുസ്ലിങ്ങളുമാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഗുട്ടൻസ്? നമ്മുടെ കേരളത്തിൽ യഥേഷ്ടം ഇതുപോലുള്ള വാർത്തകൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായി 27ഓളം ഹോട്ടലുകളുടെ ലൈസൻസ് ആണ് റദ്ദായത്. ഇതോടെ GSRTC ബസ്സുകൾ ഈ ഹോട്ടലുകളിൽ നിർത്തില്ല. ഇപ്പോ വഡോദര, രാജ്കോട്ട്, പാലൻപൂർ, ഗോദ്ര, നദിയാദ്, അഹമ്മദാബാദ്, ബറൂച്ച് എന്നീ ജില്ലകളിലെ 27 ഹോട്ടലുകളുടെ ലൈസൻസ് ആണ് റദ്ദാക്കിയത്. ഹിന്ദു ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനു വേണ്ടി മുസ്ലിം ഉടമസ്ഥർ ഹിന്ദു പേരുകൾ ഉപയോഗിക്കുന്നു എന്ന് ആരോപിച്ചിട്ടാണ് നടപടി. ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചെന്നും അന്വേഷിച്ചെന്നും GSRTC പറയുന്നു. ഹോട്ടലുകൾ മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും ഉടമകൾ ഹിന്ദു പേരുകൾ ഉപയോഗിച്ചിട്ടാണ് ലൈസൻസ് നേടിയിരുന്നത്. ഇതുകൊണ്ടാണ് GSRTC ഇത് റദ്ദാക്കിയത്. അതായത് ഈ ഹോട്ടലുകൾ മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ്, പക്ഷേ ലൈസൻസ് നേടിയിട്ടുള്ളത് ഹിന്ദു പേരുകളിലാണ്. ആ പേരാണ് ഈ ഹോട്ടലിന് നൽകിയിരിക്കുന്നത്. അതെങ്ങനെ ശരിയാകും എന്നതാണ് ചോദ്യം. ഹിന്ദു പേരുകൾ ഉപയോഗിച്ച് ലൈസൻസ് നേടുകയും ഇതെങ്ങനെയാണ് ഇതിന് സാധിക്കുന്നത്? ആധാർ കാർഡും റേഷൻ കാർഡും മറ്റ് ഐഡികളും ഒക്കെ കൊടുത്തിട്ടാണല്ലോ ലൈസൻസ് നേടുന്നത്. അപ്പോൾ ഇത് ഹിന്ദുക്കളെ ഇവർ ഉപയോഗിക്കുവാണോ? അവരുടെ പേര് ഇവർ ഉപയോഗിക്കുവാണോ? ഇതിന്റെ ഉടമകൾ മുസ്ലിങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? ഹിന്ദു യാത്രക്കാരെ ആകർഷിക്കത്തക്ക രൂപത്തിലാണ് ഇവരിത് ചെയ്യുന്നത് എന്നാണ് പുറമേയുള്ള നിഗമനങ്ങൾ. എന്നാൽ സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ ശക്തമായ വിമർശനവുമായിട്ട് മുസ്ലിം ബിസിനസ് ഉടമകളും സമുദായ നേതാക്കളും രംഗത്തെത്തി. ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണിത് എന്ന് വിമർശനങ്ങൾ ഉയരുന്നു. ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വിവേചനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണിത് എന്നാണ് അവർ സ്പെസിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം കൃത്യമായി പാലിച്ച് അത് ഫോളോ ചെയ്ത് ഈ നാട്ടിൽ എന്തൊക്കെയാണോ ഒരു ഹോട്ടൽ നടത്തേണ്ടുന്ന നിയമങ്ങൾ, ഏതൊക്കെ പേപ്പറുകളാണോ വേണ്ടത്, എവിടെ നിന്നൊക്കെയാണോ അത്
കരസ്ഥമാക്കേണ്ടത് അതെല്ലാം ചെയ്ത് ആ നിയമങ്ങളെല്ലാം കൃത്യമായി ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും എന്നാൽ മതത്തിന്റെ പേരിൽ ഞങ്ങളുടെ ബിസിനസ്സുകൾ ലക്ഷ്യമിടുന്നു എന്നും വഡോദരയിലെ ഹോട്ടൽ ഉടമയായ മുഹമ്മദ് അസ്ലം പരാതി പറഞ്ഞതായി ക്ലാരിയോൺ ഇന്ത്യ എന്ന ന്യൂസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന് നേരെയുള്ള ആക്രമണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. GSRTCയുടെ നടപടിയിൽ രൂക്ഷ വിമർശനവുമായി പ്രാദേശിക മുസ്ലിം നേതാക്കളും രംഗത്തെത്തിയതോടുകൂടി വിഷയം സോഷ്യൽ മീഡിയകളിൽ വല്ലാതെ വൈറലായി. മുസ്ലിം സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള സർക്കാരിന്റെ ഈ നീക്കം വിശാലമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്നാണ് അവർ ആരോപിച്ചത്. നീക്കം മുസ്ലിം സംരംഭകരെ അകറ്റാനും അങ്ങനെ ഭയപ്പെടുത്താനും അതിനൊക്കെയുള്ള ശ്രമമല്ലാതെ മറ്റൊന്നും അല്ല എന്നാണ് പ്രമുഖ സമുദായ നേതാവായ സഫർ ആലം മാധ്യമങ്ങളോട് പറയുന്നത്. സംസ്ഥാനത്തുടനീളം സർവീസ് നടത്തുന്ന GSRTC ദീർഘദൂര ബസ്സുകൾ ഹൈവേയിലെ ചില ഹോട്ടലുകളിൽ ഇതിനായിട്ട് നിർത്താറുണ്ട്. ഇതിനുവേണ്ടി കോർപ്പറേഷൻ എല്ലാ വർഷവും ടെൻഡറുകൾ ക്ഷണിക്കാറുമുണ്ട്. ലൈസൻസ് റദ്ദാക്കിയതോടുകൂടി ഈ സ്ഥാപനങ്ങൾക്ക് ഇനി ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. പല മാധ്യമങ്ങളിലും ഇതേ വാർത്ത ഞാനൊന്ന് പരതി നോക്കി. അപ്പോൾ അതിനകത്തൊക്കെ കണ്ടത് ഇവർ ലൈസൻസ് നേടുന്നത് പലരെയും ഡ്യൂപ്ലിക്കേറ്റ് ആയി വെച്ചിട്ടാണ്. പല ഹിന്ദു നാമധാരികളെയും എടുത്തു കൊണ്ടുവന്ന് അവരുടെ ആധാർ കാർഡുകൾ വെച്ച് അവരുടെ പേര് വിവരങ്ങൾ വെച്ച് കടയ്ക്ക് ലൈസൻസ് നേടിയെടുക്കുന്നു. അതേ പേര് തന്നെ അവർ അവരുടെ കടയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് മുസ്ലിം ഹോട്ടലാണ്, മുസ്ലിങ്ങളാണ് ഇത് നടത്തുന്നത്. ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ ഇവർക്ക് ബിസിനസ് ചെയ്യണം. അപ്പോൾ മുസ്ലിം ആണ് നടത്തുന്നതെങ്കിൽ, മുസ്ലിമിന്റെ പേരാണ് കടക്കെങ്കിൽ, ഹലാൽ ഫുഡാണെങ്കിൽ ഇപ്പോൾ അധികം ഹിന്ദുക്കളും ആ ഹോട്ടലിന്റെ ഏരിയയിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ഇതേ രീതി തന്നെയാണ് പല സന്ദർഭങ്ങളിലും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടൽ ശ്രീ വിഘ്നേശ്വര, നമ്മൾ കോഴിക്കോട് തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതേപോലെ കണ്ടതാണ്. എൻ്റെ 2-3 സുഹൃത്തുക്കൾക്കെതിരെ ഇതേ വിഷയത്തിൽ കേസ് പോലും ഉണ്ടായതാണ്. നോക്കുമ്പോൾ ആ മുസ്ലിം നാമമാണ്, പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവര് കയറി ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കുമ്പോൾ അതൊരു കാക്കാന്റെ പേരായിരിക്കും. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. നമ്മൾ ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണത്തിന്റെ പൈസ കൊടുത്തു, പോയി, തീർന്നു കാര്യം. അതാര് നടത്തുന്നു, ആരുടെ പേരിലുള്ളതാണ്, ആരുടെ പേരിലാണ് ലൈസൻസ്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഇവിടെ നമ്മൾ ഇത് അഡ്രസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവർ തുപ്പിയും തൂറിയും ഭക്ഷണത്തിൽ ഇട്ട് കൊടുത്ത് ഹലാലാക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ഭക്ഷണത്തിനകത്ത്, ഹോട്ടലിൽ, ഗൂഗിൾ പേയിലൊക്കെ മതം കാണേണ്ടി വരുന്നത്. നന്ദി.